Welcome to Suwani's Tiny World. We're so glad you're here. ഹലോ, ഇന്ന് ഞാൻ വിശേഷങ്ങളുമായിട്ടാട്ടോ വന്നത്. വിഷുവിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താ, ഒരു തിരുവിടയാടയല്ലേ. അപ്പം ഞാനത് നോക്കുമ്പം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നത് പോയി. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഞാൻ തന്നെ ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കി വന്നേരം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാക്കുന്നൊക്കെയാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എളുപ്പത്തിലൊന്നും ഉണ്ടാക്കിക്കൂടാന്ന്. അപ്പം ഞാനൊരു പട്ടിൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിലൊരു പേപ്പർ, സാധാരണ നമ്മളെ നോട്ട്ബുക്കിൽ നിന്നുള്ള പേപ്പറാട്ടോ, അതിങ്ങനെ 2 ഷീറ്റ് പേപ്പർ എടുത്തിട്ട്, കിങ് സൈസ് ബുക്കായിരുന്നു, അപ്പം 2 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് അതിലിങ്ങനെ ഫുൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് അതിൻ്റെ 2 സൈഡിലും, ഇപ്പം ഈ എൻഡ് ഇങ്ങനെ മടക്കാൻ കുറച്ച് കട്ടിയുള്ള പട്ടിൻ്റെ ഈ തുണി ആയത് കാരണം പറ്റാത്തതുകൊണ്ട് ഞാൻ ഒന്ന് അയൺ ചെയ്ത് അത് മടക്കിയതാണ്. എന്നിട്ട് ഫെവിക്കോളിട്ട് സ്റ്റിക്ക് ചെയ്താട്ടോ. ഇതേപോലെ ഞാൻ ഫുള്ള് പശ തന്നെ, ഒന്നും തുന്നിയിട്ടൊന്നുമില്ല, ഫുള്ള് ഗമ്മിട്ട് ഒട്ടിച്ചതാണേ. ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് നല്ലതുപോലെ അയൺ ചെയ്തു കേട്ടോ. കാരണം അതൊന്ന് പ്രസ് ചെയ്താൽ പേപ്പർ കംപ്ലീറ്റ് അതിൽ എവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന പോലെ ആവാണ്ട് സ്റ്റിഫായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതെന്താക്കി ഫുള്ള് അയൺ ചെയ്തെടുത്തതാണ്. അയൺ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഈ എൻഡിൽ വരുന്ന പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും മേലെ, അതായത് നമ്മൾ ഈ കട്ട് ചെയ്ത പോർഷൻസ് മാത്രമേ ഞാൻ മടക്കി അതിലോട്ട് ഒട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി അതിൻ്റെ എൻഡ് വരുന്ന പോർഷൻസ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതേപോലെ ഒന്ന് പ്ലീറ്റ്സ് എടുത്തതാണ്. അതിങ്ങനെ മടക്കി ഞാൻ കംപ്ലീറ്റ് അയൺ ചെയ്ത് ഒന്ന് ഉറപ്പിച്ച് വെച്ചതാട്ടോ. എന്നിട്ട് പിന്നെ താഴെ ഞാൻ സെല്ലോ ടേപ്പ് ഇട്ട് ഒട്ടിച്ചതാണത്. അതിന് ശേഷം അവിടെ നമുക്ക് ഈ നമ്മളെടുത്ത ക്ലോത്തിൻ്റെ തന്നെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതും ഞാൻ ഫെവിക്കോൾ ഇട്ട് തന്നെ അതിൻ്റെ മേലെ കൂടി സെല്ലോ ടേപ്പ് ഇട്ട ഭാഗത്ത് തന്നെ ഒട്ടിച്ചു കൊടുത്തതാണേ. വേഗം ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കി കിട്ടോ. ഇതിങ്ങനെ ചുറ്റിയിട്ട് ഇത് ഞാൻ ഫെവിക്കോൾ ഇട്ട് ഒട്ടിച്ചെടുത്തതാണ്. അങ്ങനെയാണ് തിരുവിടയാട ഈ സാധനം ഞാൻ റെഡിയാക്കി എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി വിഷു വിശേഷങ്ങൾ. ആദ്യം തന്നെ കണി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആകെയുള്ളത് പ്ലാവ. അപ്പോൾ അതിൽ നിന്നൊരു ചക്ക എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ അത് പറിക്കാൻ പോകാൻ നേരത്ത് വിളിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ പറ്റിച്ചു. അപ്പം ഞാൻ മാങ്ങ വാങ്ങി. ബാക്കി എല്ലാ സാധനവും ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതാട്ടോ. കണിക്കൊന്ന് തന്നെ ഞങ്ങൾക്ക് അടുത്തുനിന്ന് ഒരാൾ കൊണ്ടു തന്നതാണ്. പിന്നെ എൻ്റെ അനിയത്തി കുറച്ച് വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് ഞങ്ങൾക്ക് ഇത് ഇവിടെ അടുത്തൊന്നും ആ മരവും ഇല്ല, സാധനം കിട്ടാനും ഇല്ല. അപ്പം ഞങ്ങളെ പൂജാമുറിയിലാണ് വിഷു കണി ഒരുക്കുന്നത്. അമ്മയാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഒരിക്കൽ പൊസിഷൻസ് ഒന്നും ശരിയാവായിട്ട് ഞങ്ങളെ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മെ അവിടെ വെക്കൂ, അവിടെ വെക്കൂ, ഇവിടെ വെക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതനുസരിച്ച് പാവം മാറ്റി വെച്ചതാട്ടോ. ഇതാ ഞങ്ങൾക്ക് കിട്ടിയ കണിക്കൊന്ന. അത് കിട്ടുമ്പോഴേക്കും ഇപ്പോഴത്തെ ചൂടല്ലേ, വാടി ആകെ എന്തോ ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഉള്ള സാധനങ്ങൾ വെച്ച് ഒരു സ്മോൾ കണി ഒരുക്കിയതാണേ ഇത്. അപ്പോൾ ഞങ്ങളിത് രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് അച്ഛൻ വിളക്ക് കത്തിച്ചിട്ട് നമ്മളെ വിളിക്കും. നമ്മൾ വന്നത് കണ്ടാൽ മതി. അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു പോയാലോ, എന്നിട്ട് രാവിലെ വന്ന് കണി കാണാം. അപ്പം എല്ലാം പറഞ്ഞ പോലെ നേരം വെളുത്തതാ കണി റെഡി.
അങ്ങനെ അതാ ഋഷവിനെ രാവിലെ എണീപ്പിച്ച് കണി കാണാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ കണിയൊക്കെ കണ്ട് ഉറക്കത്തുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞാലും വിഷുവല്ലേ, സദ്യ ഇല്ലാണ്ട് എങ്ങനെ ശരിയാവും? അതാ ഞങ്ങളെ മിനി സദ്യയും റെഡി ആയിട്ടുണ്ട്. എല്ലാ ഐറ്റംസൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഒരു സദ്യ. ചോറും പരിപ്പും പപ്പടവും കൂടി ഒരു കൂട്ടിപ്പിടി. അപ്പോൾ എല്ലാവർക്കും വിഷു വിഷസ്. Thanks for watching Savani's Tiny World. Visit again soon.